Hi everyone, welcome back to Kavitha Sugar and Spice. ഓണം ഇങ്ങോട്ട് അടുത്തെത്താറായി. ഇപ്പോൾ ഓരോരുത്തർക്കും ഏത് പായസം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാവും. പലർക്കും പാലടയായിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ. പക്ഷേ ഇപ്പോൾ ഈ ക്വാറന്റീൻ സമയമൊക്കെ ആയിട്ട് എല്ലാവർക്കൊക്കെ പാലട കിട്ടുന്നുണ്ടാവില്ല, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. പാലട കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ഓണാഘോഷത്തിന് ഒരു കുറവും വരില്ല ഈ ഒരു പായസം ഉണ്ടാക്കുകയാണെങ്കിൽ. ഇത് കാണുമ്പം പാലട പോലെ തന്നെയില്ലേ, പക്ഷേ ഇത് അവലാണ്, അവൽ പായസമാണ്. അപ്പോൾ നമുക്കത് എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് 1.5 ലിറ്റർ പാലെടുക്കാം. 1.5 ലിറ്റർ എന്ന് പറയുമ്പം ഏകദേശം 6 കപ്പോളം വരും. ഫുൾ ഫാറ്റുള്ള പാല് തന്നെ എടുക്കണം, അത് നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനെ പ്രഷർ കുക്ക് ചെയ്യണം. അപ്പോൾ പാല് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ വേണം നമ്മളതിൻ്റെ മൂടിയിടാൻ. തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അത് മൂടിയിട്ട് വിസിലും വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1 മണിക്കൂർ കുക്ക് ചെയ്യാം. 1 മണിക്കൂർ കുക്ക് ചെയ്തതിന് ശേഷം തീയൊക്കെ ഓഫ് ചെയ്തിട്ട് പിന്നെ 1 മണിക്കൂർ നമ്മൾ തൊടാതെ അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മൂടി തുറന്ന് നോക്കാൻ പാടുള്ളൂ. ഈ സമയം കൊണ്ട് നമുക്ക് 1 കപ്പ് അവൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ബ്രൗൺ അവലാണ് എടുത്തത്. ബ്രൗൺ അവൽ തന്നെ കഴിയുമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോഴേ ആ ഒരു നല്ല കളറൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റോളം തുടരെ ഇളക്കി കൊടുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടും, നല്ല ക്രിസ്പായിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഇതിനെ ജെൻറ്റലായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ കുറച്ചും കൂടി അടയുടെ ഒരു ഷായി ഉണ്ടാവും. അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിതിനൊരു ബോളിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം അസലായിട്ട് കഴുകണം. ഇതിൽ മണ്ണിൻ്റെ തരികളോ അല്ലെങ്കിൽ നെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നന്നായിട്ട് കഴുകി മാറ്റി വയ്ക്കുക. ഇപ്പോൾ 1 മണിക്കൂർ കുക്ക് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റും ചെയ്തിട്ട് നമ്മുടെ പാല് എങ്ങനെയുണ്ട് നോക്കാം. തുറക്കുമ്പോൾ കണ്ടില്ലേ, അതിൻ്റെ നല്ല അസലായിട്ടുള്ളൊരു ആ പീച്ച് കളറിൽ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കണം. അതിന് മുന്നേ ആയിട്ട് ഇതിൽ നിന്ന് ഞാൻ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള അവിലേക്ക് ഒഴിക്കുകയാണ്. അത് അവിടെ ഇരുന്ന് ഒരു 20 മിനിറ്റ് അതിനെ അനക്കാതെ വെക്കുക. അതവിടെ ഇരുന്ന് സോക്കാവട്ടെ ആ പാലിലേക്ക്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പാലിനെ ഒന്നും കൂടി കുറുക്കിയെടുക്കണം. അപ്പം തുടരെ ഇളക്കാൻ മറക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ പാലൊക്കെ അവലിൽ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പാലിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ വീണ്ടും ആ പാല് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 15 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യണം. നന്നായിട്ട് ആ പാലൊന്ന് കുറുക്കിയെടുക്കണം. നമ്മളിതിന് മുന്നേ ഒന്നും പഞ്ചസാര ചേർത്തിട്ടില്ല എന്ന് ഓർക്കണം. അപ്പോൾ ഇപ്പം ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. അതൊന്ന് അതിൽ ഇളക്കുക. പാലൊക്കെ കുറുകിയതിന് ശേഷം മധുരമൊന്ന് ചെക്ക് ചെയ്യുമ്പം പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പാലിങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ സൈഡിലുള്ള ഫാറ്റൊക്കെ അതുപോലെ ആ പാലിൻ്റെ പാടയൊക്കെ സൈഡിൽ ഒട്ടിപ്പിടിച്ചതൊക്കെ ഒരു സ്പൂണ് വെച്ച് ഇടയിൽ സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വേറൊരു സ്പൂണ് വെച്ചിട്ട് എപ്പോഴും അതിനെ ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കുറുക്കി നമ്മുടെ റിക്വയർഡ് കൺസിസ്റ്റൻസി എത്തിയെന്ന് തോന്നുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഇളക്കിയിട്ട് 1 മണിക്കൂർ അതിനെ മൂടി വെച്ചിട്ട് സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ പായസം ഇവിടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇരിക്കും തോറും അതിൻ്റെ കട്ടി കുറച്ചുകൂടി കൂടും. ഇത് പാലടയെ വെല്ലുന്ന പായസം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഹങ്കാരമായി പോകും. അപ്പം അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ തോളോട് തോള് നിൽക്കാൻ പറ്റിയ ഒരു പായസം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് പാലട കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അവൽ വളരെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ റെസിപ്പി ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഓണം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തവണ വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.